Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 6, 2025 നിഫ്റ്റി 50യുടെ ഒരു ഇൻട്രാഡേ സാധ്യതകളാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ കുറിപ്പുകൾ വെച്ച് ഒരു 15 മിനിറ്റ് ചാർട്ടിലെ കാര്യങ്ങൾ നോക്കി എങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും എൻട്രി, എക്സിറ്റ്, പിന്നെ എങ്ങനെ നഷ്ടം കുറക്കാം, ഇതൊക്കെ മനസ്സിലാക്കലാണ് ലക്ഷ്യം. ശരി, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ നോട്ട്സ് പറയുന്നത് ജൂലൈ പകുതി മുതൽ നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡ്, അതായത് ഒരു ചെറിയ ഇറക്കം കാണുന്നുണ്ടല്ലേ? അതെ, ഒരു ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ പോലെ വരുന്നുണ്ട്. അതേസമയം 24,600 എക്സ് തൊട്ട് 24,700 എക്സ് റേഞ്ചിൽ ഒരു ബേസ്, ഒരു താങ്ങ് പോലെ രൂപപ്പെട്ടിട്ടുമുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വില നിലവാരങ്ങളുണ്ട്. ഏതൊക്കെയാണത്? അത് 24,720, 24,760. അത് കഴിഞ്ഞാൽ പിന്നെ 24,840, 24,880, പിന്നെ കുറച്ചുകൂടെ മുകളിലായിട്ട് 24,960 തൊട്ട് 25,000 വരെയുള്ള സോണുകളാണ്. അതുപോലെ സപ്പോർട്ട്, അതായത് താഴേക്ക് വരുമ്പോ താങ്ങ് കിട്ടാൻ സാധ്യതയുള്ളത് 24,580, 24,600. അതിന് താഴെ 24,500, 24,520, പിന്നെ 24,420, 24,450. ഇതൊക്കെ മുൻപത്തെ സ്വിംഗ് പോയിന്റുകളും ഈ അടുത്ത ദിവസങ്ങളിലെ നീക്കങ്ങളും വെച്ചിട്ടുള്ളതാണ്. ഈ 24,840, 880 സോണ്, അതെന്താ അത്രയും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആകുന്നത്? അത് നല്ലൊരു പോയിന്റ് ആണ്. കാരണം മുൻപ് പല തവണ വില അവിടെ എത്തിയപ്പോ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാന സപ്ലൈ സോൺ ആയിട്ട് കാണാം. മനസ്സിലായി. ഇനിയിപ്പോ വാങ്ങാനുള്ള സാധ്യതകൾ, ലോങ് പോകാനുള്ള സാധ്യതകൾ നോക്കാം. ഈ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ താഴോട്ടുള്ള ഘടനയിൽ ഒരു മാറ്റം വന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ കണ്ടാൽ മാത്രം ലോങ് നോക്കിയാൽ മതിയെന്ന്. അതെ, നിലവിലെ ട്രെൻഡ് താഴോട്ടാണല്ലോ. അപ്പോ എന്തൊക്കെയാണ് ലോങ് എൻട്രിക്ക് സാധ്യതയുള്ള പ്ലാനുകൾ? പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ഒന്ന്, ബ്രേക്ക്ഔട്ട് ലോങ്, അതായത് 15 മിനിറ്റ് ക്യാൻഡിൽ 24,760 മുകളിൽ ക്ലോസ് ചെയ്യണം. എന്നിട്ട് വില ഒന്നുകൂടി ആ ലെവലിലേക്ക് വന്ന് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടോന്ന് നോക്കണം, ഒരു റീടെസ്റ്റ്. അങ്ങനെ വന്നാൽ വാങ്ങാം. സ്റ്റോപ്പ് ലോസ് അത് 24,710 വെക്കാം. ടാർഗറ്റുകളോ? ടാർഗറ്റ് ആദ്യം 24,840, പിന്നെ 24,900, 920 റേഞ്ച്. നല്ല മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ 24,960 തൊട്ട് 25,000 വരെയും നോക്കാം. ശരി. ഇനി രണ്ടാമത്തെ ലോങ് സാധ്യത? അത് ഡിമാൻഡ് റീടെസ്റ്റ് ലോങ് എന്നാണ് പറയുന്നത്. അതായത് വില താഴെയുള്ള സപ്പോർട്ട് സോണിൽ 24,580, 600 വന്നിട്ട് അവിടെ ഒരു ബുള്ളിഷ് സിഗ്നൽ തരണം. ബുള്ളിഷ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു പിൻബാർ പോലെ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൽഫിംഗ് ക്യാൻഡിൽ, അതായത് വാങ്ങുന്നവർ ശക്തി കാണിക്കുന്ന ഒരു സൂചന. അതോടൊപ്പം 15 മിനിറ്റ് ചാർട്ടിൽ പുതിയൊരു ഹയർ ലോ കൂടി ഉണ്ടാകണം. മുൻപത്തെ താഴ്ചയെ ബ്രേക്ക് ചെയ്യാതെ മുകളിലൊരു താഴ്ച. അതെ, അങ്ങനൊരു സ്ഥിരീകരണം കിട്ടിയാൽ ഏകദേശം 24,620x, 640x റേഞ്ചിൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 24,570, ടാർഗറ്റ് 24,720, 760, പിന്നെ 24,840. ഈ ലോങ് പ്ലാനുകൾ എപ്പോഴാണ് ഒഴിവാക്കേണ്ടത്? അതും പ്രധാനമാണല്ലോ. തീർച്ചയായും. 15 മിനിറ്റ് ചാർട്ടിൽ 24,580 താഴെ ഒരു പുതിയ ലോവർ ലോ ഉണ്ടായാൽ, അതായത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, പിന്നെ പെട്ടെന്ന് തിരിച്ചു കയറിയില്ലെങ്കിൽ, അപ്പോൾ ലോങ് എൻട്രി ഒഴിവാക്കുന്നതാണ് നല്ലത്. ശ്രദ്ധ ഷോർട്ടിലേക്ക് മാറ്റണം. ശരി, അപ്പോ ഷോർട്ട് സൈഡിലേക്ക് വരാം. നിലവിലെ ട്രെൻഡ് താഴോട്ടായതുകൊണ്ട് ഇതിനാണ് മുൻഗണനയെന്നും പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാ ഷോർട്ട് പ്ലാനുകൾ? ഒന്നാമത്തേത് ബ്രേക്ക് ഡൗൺ ഷോർട്ട്. 15 മിനിറ്റ് ക്യാൻഡിൽ ആ 24,580 സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു റീടെസ്റ്റിന് ശേഷം അവിടെ തടസ്സം നേരിടുമ്പോൾ വിൽക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും? സ്റ്റോപ്പ് ലോസ് 24,620, ടാർഗറ്റുകൾ താഴോട്ട് 24,520, പിന്നെ 24,450. നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോ 24,400 വരെയും പോകാം. ഇനി രണ്ടാമത്തെ ഷോർട്ട് പ്ലാൻ? അത് റാലി ടു സെൽ അറ്റ് സപ്ലൈ. അതായത് വില മുകളിലോട്ട് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന റെസിസ്റ്റൻസ് സോണായ
24,840 880 എത്തുന്നു. ആ പ്രധാന സപ്ലൈ സോണിൽ. അതെ, അവിടെ എത്തിയിട്ട് ഒരു റിജക്ഷൻ കാണിക്കണം. ഒരു വലിയ വിക്കുള്ള കാൻഡിലോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിങ്ങോ പോലെ അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാൽ അവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് 24,920 വെക്കണം. ടാർഗറ്റുകൾ 24,760, പിന്നെ 24,700, 680. ചിലപ്പോ ഒരു ഭാഗം 24,600 വരെ ഹോൾഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട് മൊമെന്റം നോക്കിയിട്ട്. ഈ ഷോർട്ട് സാധ്യത എപ്പോഴാ സാധുവാകുന്നത്? വില 24,880 മുകളിൽ ക്ലോസ് ചെയ്ത് അവിടെ സ്റ്റേബിൾ ആയാൽ. അപ്പോ പിന്നെ ഷോർട്ട് പ്ലാൻ വർക്ക് ആവില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ബ്രേക്ക്ഔട്ട് ലോങ് സാധ്യതയിലേക്ക് ഫോക്കസ് മാറ്റണം. ശരി. ഇനിയിപ്പോ ട്രേഡ് ചെയ്യുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഈ നോട്ട്സിലുണ്ട്. ആദ്യത്തെ 15 മിനിറ്റിലെ റേഞ്ച് പ്രധാനം. ലെവൽ എത്തുമ്പോഴേക്കും ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. കാൻഡിൽ ക്ലോസ് ചെയ്യാൻ കാത്തിരിക്കണം. റിസ്ക് മാനേജ്മെന്റ്. അതെ, റിസ്ക് വളരെ പ്രധാനം. ഓരോ ട്രേഡിലും ക്യാപിറ്റലിന്റെ ഒരു ചെറിയ ശതമാനം, ഒരു 0.5% തൊട്ട് 1% വരെ മാക്സിമം റിസ്ക് എടുക്കാവൂ. പിന്നെ റിവാർഡ് ഏറ്റവും കുറഞ്ഞത് ഒരു 1.2 എങ്കിലും കിട്ടുന്ന ട്രേഡ് നോക്കണം. T1 എത്തിയാൽ സ്റ്റോപ്പ് ലോസ് മാറ്റുന്ന കാര്യവും. അത് നല്ലൊരു പോയിന്റ് ആണ്. ആദ്യത്തെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എൻട്രി പ്രൈസിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ലാഭത്തിലേക്കോ മാറ്റുന്നത് നല്ലതാണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. അത് റിസ്ക് കുറയ്ക്കും. പിന്നെ ഈ 24,600-നും 24,720-നും ഇടയിലുള്ള ഒരു സോൺ, അതൊരു ചോപ്പി ഏരിയ ആണെന്ന് പറയുന്നു. എന്താണത്? അതായത് ആ ഭാഗത്ത് വിലയ്ക്ക് വ്യക്തമായ ഒരു ദിശ കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനോടെ നീങ്ങാൻ സാധ്യതയുണ്ട്. ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ നല്ല വ്യക്തമായ ഒരു റിജക്ഷൻ സിഗ്നലും അതിന്റെ തുടർച്ചയും കണ്ടില്ലെങ്കിൽ ട്രേഡ് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് ഈ നോട്ട്സ് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത കൂടും. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ലെവലുകളൊക്കെ നമ്മൾ 15 മിനിറ്റ് ചാർട്ട് വെച്ചാണ് പറയുന്നത്. ലൈവ് മാർക്കറ്റിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം. നിങ്ങളുടെ ബ്രോക്കർ ഫീഡിലെ വില നോക്കി അതനുസരിച്ച് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടിവരും. ശരിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നാളത്തേക്ക് ഓഗസ്റ്റ് 6 നിഫ്റ്റിയിൽ ഈ പറഞ്ഞ ലെവലുകൾ വെച്ച് ഒരു പ്ലാൻ തയ്യാറാക്കാം. പ്രധാന യുദ്ധം 24,580-നും 24,760-നും ഇടയിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച് ഷോർട്ട് സൈഡിനാണ് കുറച്ചുകൂടി മുൻഗണന. എന്നുവെച്ച് ലോങ് നോക്കണ്ടെന്നല്ല. വ്യക്തമായ സിഗ്നൽ കിട്ടിയാൽ, വിലയുടെ ഘടന മാറിയാൽ ലോങ്ങും പരിഗണിക്കാം. ഏറ്റവും പ്രധാനം കൺഫർമേഷനും റിസ്ക് മാനേജ്മെന്റുമാണ്. തീർച്ചയായും. ഈ ലെവലുകളും പ്ലാനും ഒക്കെ മനസ്സിൽ വെക്കുമ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്, അല്ലേ? എന്താണത്? ഈ ഗ്ലോബൽ മാർക്കറ്റിലെ സിഗ്നലുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും പ്രധാന വാർത്തകൾ, അതൊക്കെ നാളത്തെ ഓപ്പണിങ്ങിനെ എങ്ങനെ ബാധിക്കാം? നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പ്ലാനിനെ അത് മാറ്റുമോ? അങ്ങനെയുള്ള സാധ്യതകളെ കൂടി എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ തയ്യാറെടുപ്പിന് കുറച്ചുകൂടി ബലം നൽകും. വളരെ ശരിയാണ്. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക് ആണ്. പ്ലാൻ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഫ്ലെക്സിബിൾ ആവാനും പഠിക്കണം.